എന്തുകൊണ്ടാണ് ഭാരതം പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യേണ്ടി വന്നത്? ഭാരതത്തെ ശിഥിലമാക്കുന്നതിന് വേണ്ടി ഭീകരപ്രവർത്തകരെ സംഘടിപ്പിച്ച് പാകിസ്ഥാൻ ഏറെക്കാലമായി ഇന്ത്യയെ ദ്രോഹിക്കുകയായിരുന്നു. മറിച്ച് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാന് എതിരായ, പാകിസ്ഥാന് ദോഷം ചെയ്യുന്നതായ യാതൊരു നടപടിയും പ്രവൃത്തിയും ചെയ്തിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. നമ്മളുടെ മക്കളെ അല്ലെങ്കിൽ സഹോദരങ്ങളെ വെടിവെച്ച് വീഴ്ത്തുമ്പോഴും പലപ്പോഴും പാകിസ്ഥാനോട് ക്ഷമിക്കുവാനാണ് നമ്മുടെ ഭരണാധികാരികൾ തയ്യാറായത്. ഈ അടുത്ത കാലത്തുണ്ടായ ഏറെ ദുഃഖിപ്പിക്കുന്ന സംഭവമാണ് പാകിസ്ഥാനോട് അല്പമെങ്കിലും നീരസം കാട്ടുവാനായിട്ട് നമുക്ക് ഇടയായത്. അങ്ങനെ ഒരു പ്രതിഷേധമെന്ന തരത്തിൽ പാകിസ്ഥാനിൻ്റെ പല ഭാഗത്തുമുള്ള ഭീകരരെ ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ട് തുരത്തുവാൻ കഴിഞ്ഞു എന്നുള്ള ആ ഒരു വിശ്വാസം, ആ വിശ്വാസത്തിലാണ് ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധവും യുദ്ധത്തെ തുടർന്നുള്ള കാര്യങ്ങളും വിശദമാക്കുന്നതിന് വേണ്ടി സംഘത്തെ അയക്കുന്നത്. പ്രധാനമന്ത്രി മുൻകൈയെടുത്ത് സംഘത്തെ അയക്കുമ്പോൾ സർവ കക്ഷികളിൽ നിന്നും അഭിപ്രായവും ആരാഞ്ഞിരുന്നു. അങ്ങനെയാണ് ഭാരതത്തിൻ്റെ പ്രതിനിധികളിൽ പ്രധാനിയായി ശശി തരൂർ മാറിയത്. ശശി തരൂർ തികച്ചും യോഗ്യനാണ്. ആ യോഗ്യതയാണ് ഇന്ന് ഭാരതത്തെ നെറുകയിലെത്തിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിലും മറ്റു ഭാഷകളിലുമെല്ലാം പ്രാവീണ്യം നേടിയിട്ടുള്ള, മറ്റു രാജ്യങ്ങളിൽ നിന്നും പലതും സമ്പാദിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ് ശശി തരൂർ. ഞാൻ രാഷ്ട്രീയം പറയുകയല്ല. എനിക്ക് കക്ഷി രാഷ്ട്രീയം ഇല്ല. എല്ലാ രാഷ്ട്രീയത്തിലും ഉള്ള ഒരുപാട് നേതാക്കന്മാർ എനിക്ക് സുഹൃത്തുക്കളായുണ്ട്. അത് ഏത് കക്ഷിയിലും ഏത് മുന്നണിയിലുമുള്ളവർ. ഞാനിവിടെ രാഷ്ട്രീയം പറയുകയല്ലായിരുന്നു, ശശി തരൂർ എന്ന ആ മഹത് വ്യക്തിയെക്കുറിച്ച് പറയുകയായി.